ഹേ ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ദിലീപിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഇന്നും. അപ്പം നമുക്കറിയാം, എന്താ പറയുക, ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും അതുപോലെ അതിജീവിതയുടെയും ഈ ഒരു പ്രശ്നം ഭയങ്കര രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അപ്പം അതിൽ ഞാൻ എന്താ പറയുക, നമുക്കൊക്കെ ആകാംക്ഷയിൽ നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന, കുറേ അറിയാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ എന്ന നടി എന്തുകൊണ്ട് നമ്മൾ തിരിച്ചു വരാത്തേ എന്നുള്ളത്, ഇൻഡസ്ട്രിയിലേക്ക് എന്തുകൊണ്ട് തിരിച്ചു വരാത്തേ എന്നുള്ളത് ഒരുപാട് നമ്മളൊക്കെ ആലോചിച്ചൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ ദിലീപ് പറയും അവൾക്ക് താല്പര്യമില്ല, അവളോട് ചോദിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അവൾ ഹൗസ് വൈഫാണ്, നല്ലൊരു കുടുംബിനായി വീട്ടിൽ തന്നെ താമസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പോകെയാണ് പിന്നെ നമുക്ക് മനസ്സിലായത് ഇതൊന്നുമല്ല, കളിയും കഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ മഞ്ജു നിർണായകമായ വെളിപ്പെടുത്തലുമായി കോടതിയിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കിയാലോ. മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്. ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്, അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയം. അപ്പൊ ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇവർ രണ്ടാളും ഭയങ്കര ക്ലോസ് ആയിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു കാവ്യ മാധവൻ മഞ്ജുവിനെ ചതിക്കുന്നതുള്ള ഒരു വളരെ ദയനീയമായ ഒരു ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ്. പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു. കാവ്യ മാധവനുമായി സംസാരിക്കുന്നു. പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവെച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അന്ന് നമുക്കറിയാം, കാവ്യ മാധവന്റെ വിവാഹം 2009 കഴിഞ്ഞത്. ഈ 2009 മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന. അപ്പോൾ ദിലീപ് വീട്ടിലില്ലാത്ത സമയത്ത് പഴയൊരു ഫോൺ മഞ്ജുവിന് കിട്ടുന്നു. ദിലീപിൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനത്തെ എന്താ പറയുക, വൾഗറായ മെസ്സേജുകൾ കാണുന്നു, മോശമായ മെസ്സേജുകൾ കാവ്യൻ്റെയും അതുപോലെ ദിലീപിൻ്റെയും കാണുന്നു. അങ്ങനെയാണ് ഇവരെ കൈയോട് ആദ്യമായിട്ട് മഞ്ജു പൊക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, അതിജീവിതയായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ഒരു ധാരണ. പക്ഷെ അല്ല, അതിന് മുന്നേ തന്നെ മഞ്ജു വാര്യർ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ആ സ്പോട്ടിൽ തന്നെ അമ്മനെയും അതുപോലെ ദിലീപിനെയും കാവ്യനൊക്കെ വിളിക്കുന്നു. അവരൊക്കെ അതിൽ അമ്മയാണ് ഒരു ഉത്തരം നൽകിയിട്ടുള്ളത്, അവർ രണ്ടാളും ഇങ്ങനെ റിലേഷനുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ആ സമയത്ത് തന്നെ ദിലീപിനെ വിളിക്കുന്നു, ദിലീപ് റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ കാവ്യനെയും വിളിക്കുന്നതിന് കാവ്യ നൈസായി ഒഴിഞ്ഞു മാറുന്നു എന്നുള്ള കാര്യമാണ് മഞ്ജു പറയുന്നുള്ളത്. ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട്, അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും കാവ്യയുമായുള്ള ബന്ധം ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ്. അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് PW1, അതായത് നടിക്കും PW1 ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ്. ഒപ്പം PW36 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 36 എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് മഞ്ജു തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഗീതു മോഹൻദാസ് അപ്പോൾ അതിനുശേഷം ഈ ഒരു വിഷമം പിന്നെ അറിയിച്ചത് നമ്മുടെ സംയുക്ത വർമ്മനോടും അതുപോലെ ഗീതു മോഹൻദാസിനോടും ആണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നുള്ളത്. അപ്പോൾ എന്നിരുന്നാലും അമ്മയും അതുപോലെ കാവ്യമതിൻ്റെ അമ്മയും ഇതിൻ്റെ വളരെ വിഷമം പ്രകടിപ്പിച്ചിരുന്നു. അമ്മക്ക് പിന്തിരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാവണം. സമയം ഇതിനുശേഷം മഞ്ജുവിൻ്റെ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു. പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന്
മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ്. ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ്. കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി, താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ. എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അതായത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും കാവ്യ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും ആഴമുള്ള ബന്ധമായിരുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു വിഷയത്തിൽ അമ്മ പറഞ്ഞിട്ട് പോലും, ആര് പറഞ്ഞിട്ട് പോലും അവൾ പിന്തിരിഞ്ഞില്ല കാവ്യ മാധവൻ. ബാക്കി കേട്ടോക്കാം ഗൈസ്. അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ്. തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ്. 4/2/2012 ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് PW1 അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ്. തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു. പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. ഇതിൽ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ ഈ ഒരു വിഷമം പങ്കുവെക്കാൻ മഞ്ജു വാര്യർ എന്താ പറയുക സംയുക്ത വർമ്മനും ഗീതു മോഹൻദാസിനും സമീപിച്ചു. അതിനുശേഷം ഇവരെയും കൂട്ടി എന്താ പറയുക ഇരയാക്കപ്പെട്ട നടിൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യമാണ്. അപ്പോൾ മഞ്ജു എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിലൂടെ നമുക്ക് എന്താ പറയുക മഞ്ജുവിന് കിട്ടിയതിന് ശേഷമാണ് ഒരുപാട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇരയാക്കപ്പെട്ട നടിൻ്റെ അടുത്തേക്ക് മഞ്ജു എത്തുന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇരയാക്കപ്പെട്ട നടിയല്ല ദിലീപിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം മഞ്ജുവിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിനുശേഷം ഇരയാക്കപ്പെട്ട പെൺകുട്ടിനോട് മഞ്ജു ചോദിക്കുന്ന സമയത്ത് പൊട്ടിക്കരയാണെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഇരയാക്കപ്പെട്ട നടിൻ്റെ അച്ഛനും ഈ ഒരു അതിജീവിതയും കൂടിയിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം എന്താ പറയുക മഞ്ജുവിനെ അറിയിച്ചത്. ബാക്കി കേട്ടോക്കാം ഗൈസ്. പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി. അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിന് 2 ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ ബൊഡിയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട്. ഈ മഞ്ജു വാര്യർ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത്. മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി, അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡിഷ് കുട്ടിയാണ്. അതായത് ഒരു സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ്. അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും നൈസായിട്ട് ഒഴിയാൻ നോക്കി ദിലീപ്. കാവ്യ ഒരു ചൈൽഡിഷ് കുട്ടിയാണ്, അപ്പോൾ അവൾ പലതരത്തിലുള്ള മെസ്സേജ് അയക്കും, അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന്. ഇതിനിടയിലാണ് ഈ ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധം അറിയാൻ കാരണമായി. അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത്, തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ്, ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത്. അത് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണ്. അതൊക്കെ ചരിത്രമാണ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല, കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു, ദിലീപുമായുള്ള ബന്ധം തുടരുന്നു. അത് പിന്നീട് ഇവർ മഞ്ജുവായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു. പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹമോചനം നടക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും മറ്റും. ഇങ്ങനെ എല്ലാ തരത്തിലും ഈ ഇരയാക്കപ്പെട്ട നടി അതിജീവിത ആണ് തൻ്റെ ബന്ധം തകർത്തത് എന്ന ബോധം രൂഢമൂലമായി ദിലീപിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അതിജീവിതയോട് ദിലീപിന് വൈരാഗ്യവും ദേഷ്യമൊക്കെ വരാനുള്ള കാരണം എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക കാവ്യൻ്റെ ദിലീപിൻ്റെ കല്യാണം കഴിഞ്ഞ പാട് നമ്മുടെ മീഡിയാസിനോട് ഒരു കാര്യം ദിലീപ് പറയുന്നുണ്ട്. ഇത് കേൾക്കും എനിക്കിപ്പോൾ ചിരി വരുന്നു ഗൈസ്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെ
അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. പല പടങ്ങളും എൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയാസിനെ വിളിച്ചു വരുത്തി നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ പേരിൽ ബലിയാടായ ഒരു കുട്ടീനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ അതിന് മുന്നേ നടന്നതൊക്കെ ഗോസിപ്പാണ്, ഞാനും കാവ്യയും തമ്മിൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിന് മുന്നേ മഞ്ജു വാര്യറൊക്കെ അറിഞ്ഞു എന്നുള്ളത് പുറം ലോകം അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊരു പെണ്ണും സ്വന്തം ഭർത്താവിന് ശരീരവും മനസ്സും നൽകിയതിന് ശേഷം ഹസ്ബൻഡിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവരുമായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ സ്പോട്ടിലെ ഒരു മാനസികാവസ്ഥയില്ല, അതൊന്നും ഒരിക്കലും ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുക തന്നെ വേണം. ആ ഒരു നിമിഷം മഞ്ജുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഇൻഡസ്ട്രിയിൽ രണ്ടാളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ റിലേഷൻഷിപ്പിലാവുന്നു. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞ ശേഷമാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള മാരേജ്. അത്രയും ആർഭാടമായി എന്താ പറയുക, വലിയൊരു കല്യാണം തന്നെയായിരുന്നു. രണ്ടാൾ അറിയപ്പെടുന്ന നടിയും നടനും ആയതുകൊണ്ട് തന്നെ വലിയൊരു മാരേജ് ആയിരുന്നു അവരുടേത്. അപ്പോൾ അത്രയും ഇഷ്ടത്തോടെയും മനസ്സോടു കൂടിയും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നിട്ട് അവളെ മാത്രം, മഞ്ജുവിനെ മാത്രം വീട്ടിൽ തടങ്കലിലാക്കി പൂട്ടിയിട്ടിട്ട് ഇവൻ എന്താ പറയുക, ഈ ദിലീപ് എന്ന് പറയുന്ന ഈ ഒരു നടൻ പുറത്ത് നിന്ന് കാവ്യനെയും കൂട്ടി വിലസുന്നു. കാരണം കാവ്യക്കും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മഞ്ജു ഇൻഡസ്ട്രിയിലേക്ക് ഇതിൽ കാവ്യ മാധവൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി ഇൻഡസ്ട്രിയിൽ വരാത്തത് തന്നെയാണ് മഞ്ജു ചേച്ചീൻ്റെ ഏറ്റവും വലിയ ലക്ക്. അപ്പോൾ അവൾക്കറിയാം മഞ്ജു ചേച്ചി ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഇവരുടെ കള്ളങ്ങളും എന്താ പറയുക, ദിലീപും കാവ്യമായിട്ടുള്ള എല്ലാ കള്ളക്കളികളും പൊളിയുന്നുള്ളത് അവൾക്കറിയായിരുന്നു. അപ്പോൾ അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു കാവ്യയും അതുപോലെ ദിലീപും കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മഞ്ജുവിനെ നമ്മൾ ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തെ ഒരു മാർട്ടിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മഞ്ജുവിനെ ഒരുപാട് മഞ്ജുവിന് മാത്രമല്ല ഇരയാക്കപ്പെട്ട നടിയും ഒക്കെ നമ്മൾ കുറേ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇതന്നെയാണ് സംഭവം. ദിലീപ് കരുതിയത് എന്താ പറയുക, ഇരയാക്കപ്പെട്ട നടിയാണ് മഞ്ജുവിനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മഞ്ജുവിനോട് കാവ്യമാധവൻ്റെ ദിലീപിൻ്റെ കാര്യങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞത് എന്താ പറയുക, അതിജീവിതയാണെന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. അപ്പോൾ ദിലീപിന് സ്വാഭാവികമായിട്ടും വൈരാഗ്യം വന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നുള്ളത്. ആ വൈരാഗ്യം തന്നെയാണ് ഈ ഒരു വലിയൊരു എന്താ പറയുക ഒരു അക്രമത്തിന് ദിലീപിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് നമുക്ക് എല്ലാവർക്കും ഇപ്പം ആകാംക്ഷയാണ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ എന്തായി എന്നറിയാനും കുറ്റക്കാർ ആരാണെന്നുള്ളത് അറിയാനും ഇത് ആര് പ്ലാൻ ചെയ്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെപ്രാളുണ്ട്. കാരണം അത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു നടിനെ ആക്രമിച്ച ഒരു സംഭവം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.